അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയമുണ്ടല്ലോ. അതാ കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനമേ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് എല്ലാ മലക്കുകളും കയ്യും കാലും പിടിച്ചു വെച്ച് കൊടുക്കുമല്ലോ. ആ സമയത്ത് തൊണ്ടക്കുടിയിൽ നിന്ന് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് എന്റെയും നിങ്ങളുടെയും ആത്മാവ് ആ റൂഹിങ്ങനെ വലിച്ചു പറിക്കുന്ന സമയമുണ്ടല്ലോ. അവസാന സമയത്ത് പറയണ്ടേ, അല്ലാഹു തന്ന നാവ് കൊണ്ട് ഒരു പ്രാവശ്യം പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ. അത് നിസ്സാര കാര്യമല്ല. മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് പോയി നിന്നിട്ട് നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കടേ. കാരണം എന്തെന്നറിയുമോ, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈമാൻ തട്ടിപ്പറിക്കാൻ, നമ്മളെ നരകത്തിന്റെ അവകാശികളാക്കാൻ ശൈത്താൻ വിളിച്ചു പറയുന്നു, മക്കളെ പോകണോ, സിറാജിന്റെ അവസാന സമയമാണ്. പടച്ചവനെ, അല്ലാഹുവേ, ശൈത്താൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, അവന്റെ അവസാന സമയമാണ്. ഇനി അവനെ ഒരിക്കലും പിഴപ്പിക്കാൻ കഴിയില്ല. ഇനി അവന്റെ അവസാനത്തെ ചാൻസ് ആണ്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കുമോ? ഇബ്ലീസ് കടന്നു വരികയാണ്. എങ്ങനെയെങ്കിലും പിഴപ്പിക്കാൻ മരിച്ചുപോയ വാപ്പാടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് കയ്യില് വെള്ളവും പിടിച്ചുകൊണ്ട് തലയുടെ ഇടതുഭാഗത്ത് വന്നിരുന്ന് സ്നേഹത്തോടെ പറയുന്നു, മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, പറഞ്ഞാ നരകത്തിലാ. അതുകൊണ്ടാണ് പടച്ചവര് അതാ ബദരീങ്ങളുടെ ബൈത്ത് പാടുന്നവരുണ്ടല്ലോ, മജ്ലിസിനോട് പാരായണം ചെയ്യുമല്ലോ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരല്ലീനവ നാട്ടുവാർ ബദരീങ്ങളാൽ തുണ റബ്ബ